ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആദ്യം തന്നെ ഞാൻ പറയുകയാണ്, ഞാൻ ഇപ്പോൾ കോളേജിൽ വന്നിട്ടുള്ളൂ. ഞാൻ ഡാൻസ് എല്ലാം കളിച്ച് വിയർത്തൊലിച്ച് വരുന്ന കോലാണിത്. പിന്നെ ഇവിടെ ഭയങ്കര കാറ്റെല്ലാം ഉണ്ട്, ഒന്ന് ക്ഷമിക്കണം, എനിക്ക് വേറെ സ്ഥലമല്ല ഷൂട്ട് ചെയ്യാൻ. സോ നാളെ എത്നിക് ഡേ ആണ്, ഞങ്ങൾ ലാസ്റ്റ് എത്നിക് ഡേ ആണ് ക്രൈസ്റ്റിലെ. കാരണം ഞങ്ങൾ ഫൈനൽ ഇയേഴ്സ് ആണല്ലോ. ഇതൊരു 10-15 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ പോവാണ്, ഒരു മാസം കഴിഞ്ഞ് ഞങ്ങൾ പോവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്ളോഗ് വിൽ ബി എൻറ്റയർലി അബൌട്ട് ഇന്നലത്തെ പ്രിപ്പറേഷൻസ്. ഇന്ന് കുറച്ച് പ്രിപ്പറേഷൻസ് ലൈക്ക് സാരി അയൺ ചെയ്യാനുണ്ട്, സ്ട്രെയിറ്റ് ചെയ്യാനുണ്ട്, അങ്ങനെ കുറച്ച് പണികളെല്ലാം ഉണ്ട്. നാളത്തേക്ക് ഒരുക്കങ്ങൾ, അത് കഴിഞ്ഞിട്ട് നാളത്തെ കാര്യം. അപ്പം നാളെ എന്തായാലും എനിക്ക് ഇൻട്രോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഇവിടെ ഇപ്പം നോക്കി കറക്റ്റ് ഭയങ്കര കാറ്റ്. ഓക്കെ, സോ നാളെ എന്തായാലും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം രാവിലെ തൊട്ട് ഇവിടെ ഫുള്ള് ബഹളങ്ങളായിരിക്കും. സാരി എടുക്കാൻ ഇവിടെ 2 ആൾക്കേ അറിയൂ. സോ അങ്ങനെ എല്ലാം, അതുകൊണ്ട് എനിക്ക് എന്തായാലും ഷൂട്ട് ചെയ്യാൻ പറ്റൂല. സോ അതാണ് സംഭവം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എൻജോയ്. സോ മോസ്റ്റ് പ്രോബബ്ലി നിങ്ങൾ ഇൻട്രോ കണ്ട് വന്നിട്ടായിരിക്കും. ഇൻട്രോയിൽ ഞാൻ നല്ല ഭംഗിയുണ്ടാവും. ഇത് വെനസ്ഡേ ആണ്, ഫ്രൈഡേ ആണ് എത്നിക് ഡേ. അപ്പം ഇപ്പം തന്നെ എത്നിക് ഡേ പ്രിപ്പറേഷൻസ് എല്ലാം തുടങ്ങി. മൈനാഞ്ചി ഇവിടെ. സോ നമ്മൾ അഞ്ജുവിന് മൈനാഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. പക്ഷേ ഡിസൈന് ഈ ഫോണിൽ തന്നെയാണ്. ഈ കഴുതൻ്റെ ഫോണില്ല, ചാർജിലാണ്. സോ അഞ്ച് ഓവറാക്കുന്ന കേസ്. അപ്പോൾ നമ്മൾ മൈലാഞ്ചിട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇത് വെനസ്ഡേ ആണ്. സോ നമുക്ക് ബൈ. They are also there. I didn't know that they are also. അനു ഇവിടെ സാരി തേക്കുവാണ്. ഇതാണ് അനുവിൻ്റെ സാരി. അനു എല്ലാവർക്കും തേച്ച് കൊടുക്കുന്നൊക്കെയാണ് പറഞ്ഞത്. 24 വർഷം പഴക്കം തരാം. അപ്പോൾ അതാണ് എൻ്റെ അമ്മേൻ്റെ സാരി, അമ്മേൻ്റെ എൻഗേജ്മെന്റ് സാരി ആയിരുന്നു. നിങ്ങളോട് പറഞ്ഞെടുപ്പിക്കുന്നതാണ് അനുമോള്. അടുത്ത സാരി അനുമോളാണ് തേക്കുന്നതെന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഞാനാണ് തേക്കുന്നത്. ഞാൻ എല്ലാ സാരി ഞാൻ തേക്കും. ഇതേ അടിപൊളി. ഇന്നലെ ഇതാണ് എൻ്റെ സാരി. അനുമോൾ എൻ്റെ സാരിയും കൂടി അയൺ ചെയ്ത് തരുന്നു. ലിസൺ നിന്നെ കാണുന്നില്ല. ഹലോ. അപ്പോൾ നമ്മൾ മുടി ഈ സ്നേഹൻ്റെ അച്ഛയാണ് കേസ്. നമ്മൾ മുടി സെറ്റാക്കുവാണ്. ഇവിടെ ഒരു ഇത്രയും റബ്ബർ ബാൻഡ്സ് ഉണ്ട് കേട്ടോ. എൻ്റെ മുടി സ്ട്രൈറ്റ് ആക്കണമെങ്കിൽ ഒരുപാട് സമയം വേണം. കാരണം ഇതുണ്ടല്ലേ, പക്ഷെ ചെയ്തേ പറ്റും. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ അഞ്ചു സ്നേഹൻ്റെ ബെഡിൽ വെള്ളം ഒഴിച്ച് അറിയാണ്ട്, എന്നിട്ട് അവൾ അറിയാണ്ട് ഇവിടെ ഇസ്തിരിപ്പെട്ടിയും കൊണ്ട് അത് റെഡിയാക്കിക്കൊണ്ടിരിക്കുക. സ്നേഹം ഇതുവരെ അറിഞ്ഞിട്ടില്ല. മിക്കവാറും ഈ വ്ളോഗ് കൂടെ ആയിരിക്കും അവൾ അറിയുന്നത്. അതില്ലേ, ഞാൻ ഫുഡ് കഴിച്ചിട്ട് വേഗം വെള്ളം കുടിച്ചിട്ട് ഞാൻ നേരെ ഇവിടെ വെച്ചിട്ട് പോയി. എന്ത് വെള്ളം? ഇതൊന്ന് നീല കളറിലാണ് നിങ്ങളെ. അപ്പൊ എനിക്കറിയില്ല എങ്ങനെയാ മറിഞ്ഞെന്ന്. ഡ്രസ്സിന്റെ ആണോ? ഇല്ലടി. അപ്പൊ വെള്ളം മറിഞ്ഞു. കുപ്പിന്റെ മൂടി അടച്ചിട്ടില്ലായിരുന്നു. ഇവിടെ അതിനെയാണ് നീ ഇസ്തിരിപ്പെട്ടി എടുത്ത് വന്നത്. പക്ഷെ നീല കളർ എങ്ങനെയാ വന്നത്? ആക്കിയിട്ടില്ല. വെറുതെ മേഡം മേടിക്കാത്തത്. നല്ലൊരു ബെഡ്ഷീറ്റ്, പിങ്ക് കളർ ബെഡ്ഷീറ്റ്. അവള് എന്റെ ബെഡ്ഷീറ്റ് എന്റത്. അപ്പോൾ തലേന്ന് തന്നെ ഫ്ലീറ്റ്സ് എല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. അടുത്ത ദിവസം നമുക്ക് എടുത്താൽ മാത്രം മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അക്ക് ഞങ്ങളെല്ലാവരും സാരി ഫ്ലീറ്റ് എടുപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇതെൻ്റെയാണ്, എൻ്റെ ലാസ്റ്റാണ്. അപ്പോൾ നോക്കുമ്പോൾ സൈഡിൽ സ്നേഹൻ്റെ മുടി അഞ്ച് സ്ട്രൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അഞ്ചാണ് ഇവിടുത്തെ കോസ്റ്റ്യൂം ഡിസൈനറും പിന്നെന്താ നമ്മളെ ഹെയർ സ്റ്റൈലിസ്റ്റ് അല്ല. അവൾ പറയുന്നൊന്നല്ല, പക്ഷെ എന്നാലും നമ്മൾ ക്രെഡിറ്റ്സ് കൊടുക്കണമല്ലോ. ഇവിടുത്തെ എല്ലാവരും സാരി എടുപ്പിച്ച് അഞ്ചാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിത് കണ്ടപ്പോഴേക്കും എനിക്കും കുറച്ച് നേരം സ്ട്രൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവളെയും കൊണ്ട് എൻ്റെ മുടി
സ്ട്രൈറ്റ് ചെയ്യിപ്പിച്ചു. ഞാൻ ഓൾറെഡി സ്ട്രൈറ്റ് ചെയ്തതാണെങ്കിലും കുറേശ്ശെ. അത് കഴിഞ്ഞിട്ട് മൈലാഞ്ചിക്കോൺ അവിടെ വെറുതെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഇടാൻ വേണ്ടിയിട്ടൊരു തരിപ്പാണ്. അപ്പോൾ അതും കൂടി ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഇത് അഞ്ചു എന്നെ ഉറക്കത്തു നിന്ന് വിളിച്ചിട്ട് എൻ്റെ സാരി തന്നെയാണല്ലോ അങ്ങനെ അവളെ സ്ട്രൈറ്റ് ചെയ്യുന്നതാണ്. ഭയങ്കര ഒരു പാടായിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾ 7 മണിക്കോ മറ്റോ തുടങ്ങിയിട്ട് 12 മണി വരെ ഇതന്നെയായിരുന്നു. പിന്നെ 6:30 ഞാൻ എണീറ്റ് അപ്പം തന്നെ ഫേസ് പാക്ക് ഇട്ടു. പക്ഷെ അത് അധികം നേരമൊന്നും വെച്ചില്ല ഞാൻ, അതുകൊണ്ട് തന്നെ എഫക്റ്റ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ അഞ്ചുവിൻ്റെ മുടി കുറച്ച് നേരം ബാക്കിൽ സ്ട്രെയിറ്റ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഹെയർ സ്റ്റൈലിസ്റ്റ് ലിസബത്തിനെയും കൊണ്ട് ഞാൻ എൻ്റെ മുടിയിൽ കുറച്ച് താജ്മഹൽ പണയാമെന്ന് വിചാരിച്ചിട്ട് 2 ഭാഗം കുറച്ച് പിന്നിട്ടു. അപ്പോൾ ഇതിൽ കാണുമ്പോൾ അത് റെഡി ആയിട്ടില്ല, പക്ഷെ അത് കഴിഞ്ഞിട്ട് അവളത് ഊരി റെഡിയാക്കി തന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ചെയ്ത് അത് കഴിഞ്ഞിട്ട് അഞ്ചു എന്നെ സാരി ഉടുപ്പിച്ചു. ഇപ്രാവശ്യം എല്ലാം ഓരോരുത്തർ ആൾക്കാരാട്ടോ എനിക്ക് ചെയ്തു തരുന്നത്. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോകണം, കാരണം അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ തുള്ളലാണല്ലോ. അപ്പോൾ ഒന്നിനും കൊള്ളാത്ത ഇഡ്ഡലിയും ഇതും കഴിച്ചു. അപ്പോൾ സ്നേഹ ഉണ്ട് എൻ്റെ കൂടെ. സ്നേഹ സാരി എല്ലാം എടുത്ത് അവളെ സ്കേർട്ടും ടോപ്പാണ് ഇട്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ മെയിൻ സാധനം ലിപ്സ്റ്റിക്ക് എങ്ങനെ നമ്മൾ വിടും, അങ്ങനെ ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടു. അതായത് ഞാൻ മിക്സ് ചെയ്യുന്ന സീനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അവിടെ സ്നേഹം എന്തോ പറയുന്നുണ്ടായിരുന്നു, ഞാൻ അങ്ങോട്ട് നോക്കുന്നത്. ഞങ്ങൾക്ക് ഇനി 5 മിനിറ്റ് കൂടെ ഉള്ളൂ കോളേജിലെത്താൻ. അപ്പോഴും ഞങ്ങൾ ആടിപ്പാടിയും കൊണ്ടാണ് കോളേജിലെത്തി. അങ്ങനെ കോളേജിലെത്തി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുൾ ചെണ്ടമേളമായിരിക്കും. ഈ വ്ളോഗിലുള്ള ഹാഫ് ടൈമും ചെണ്ടമേളം തന്നെ ആയിരിക്കും, കാരണം അത് തന്നെയായിരുന്നു ഞങ്ങളുടെ മെയിൻ സംഭവം അവിടെ. അത് കഴിഞ്ഞ് പിന്നെ മെയിൻ ഫോട്ടോ സെഷനാണല്ലോ മെയിൻ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ടയേർഡ് ആവുന്നതിൻ്റെ ഉള്ള ഫോട്ടോ എടുക്കാമെന്നുണ്ട്. അജയ്, ഞാൻ, ജിതിൻ, ഹാരി, വിഷ്ണുജ ഞങ്ങളെല്ലാവരും പാടെ കുറച്ച് ഫോട്ടോസ് എടുത്തു. സ്റ്റോറിയൊക്കെ ഇടേണ്ടതാണല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെണ്ടമേളത്തിലോട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ തുള്ളി കഴിഞ്ഞിട്ട് പ്യൂരിഫയർ പോയി നോക്കുമ്പോണ്ട് ഇത്രയും കാലം കാണാത്തൊരു ക്യൂ. റേഷൻ കടയിൽ പോലും ഉണ്ടാവില്ല ഇത്രയും ക്യൂ. അങ്ങനെ അത് വെള്ളം കുടിക്കാനായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ ക്യാമറയിൽ ഫോട്ടോ എടുത്തു. ഞാൻ, ആൻസൺ, സിബി എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ക്യാമറയിലെല്ലാം ഫോട്ടോ എടുത്ത് എനിക്ക് ഡാൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ സാരി മടക്കി കുത്തണമായിരുന്നു. അപ്പോൾ ആസ് യൂഷ്വൽ എൻ്റെ കോസ്റ്റ്യൂം ഡിസൈനർ അഞ്ചു എനിക്ക് കുത്തി തന്നു. പിന്നെ കുറച്ച് പാട്ട് ഡാൻസെല്ലാം ഉണ്ടായിരുന്നു. അതൊന്നും ഇതിലിടാൻ പറ്റില്ലല്ലോ, കോപ്പി റൈറ്റ് ആണല്ലോ. പിന്നെ ഞാൻ ഡാൻസ് കളിക്കാൻ പോയി. പിന്നെയും ചെണ്ടമേളം. പറയാനുണ്ട് എങ്ങനെയുണ്ട് എത്തനിക്ക് അജിത്ത് എങ്ങനെയുണ്ട് എത്തനിക്ക്? ഞങ്ങൾക്ക് ചെണ്ട കൊട്ടുന്ന ആള് മറ്റേ അഞ്ജുവിൻ്റെ നാട്ടുകാരനായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും മൂപ്പരുടെ കൂടെ ഫോട്ടോ എടുക്കുന്ന സീൻസാണ് കേട്ടോ ഇത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വടംവലി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം അത് കണ്ടു. കുറച്ച് നേരം കണ്ടുള്ളൂ കേട്ടോ. ആ വെയിലത്ത് എനിക്ക് നിൽക്കാൻ തീരെ വയ്യായിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ശില്പ മാമിൻ്റെ വക ഫുഡ് ഉണ്ടായിരുന്നു. ഞങ്ങൾ പണ്ട് തഗ്-ഓഫ്-വാർ ജയിച്ചതിന് മാം വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് ഇന്നായിരുന്നു, ഞങ്ങൾക്ക് 2 വർഷത്തിന് ശേഷം. അപ്പോൾ ഞങ്ങൾ കുറച്ച് ആൾക്കാർ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് നല്ല ബിരിയാണിയും കറിയൊക്കെ ഉണ്ടായിരുന്നു. ആസ് യൂഷ്വൽ എനിക്ക് വിഷ്ണുജ തന്നെയാണ് കേട്ടോ വാരി തന്നെ. എനിക്ക് വിഷ്ണുജ ഉണ്ടാകുമ്പോൾ എന്തായാലും ഞാൻ അവളെയും കൊണ്ട് വാരി തെരിപ്പിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഇത് ജിഷ്ണവ് വിളമ്പുവാണ് എല്ലാവർക്കും. അങ്ങനെ ഇതൊരു നല്ല ഒരു മെമ്മറബിൾ ആയിരുന്നു കേട്ടോ. Hey, good song, Vidya. Thank you, Fiza. Hey, Sonu. Hey. Hello, it's hot. Do the light. Akash. Akash. What are you doing, Fiza? It's hot. Bro. Full set it, bro. Just some more. Yeah, bro. How is the food? Very good. Nice. That's very good.
Thank you, Shilpa ma'am. Say thank you to Shilpa ma'am, no? Oh. അതല്ലേ പറഞ്ഞത് പാലക്കാട് മലമ്പുഴയില് നമ്മുടെ ഡാമിന്റെ പക്കത്തിൽ എന്റെ അമ്മായി ഉണ്ട് അവിടെ. മോന്റെ പേരെന്താണ്? ഞാന് ശരിക്കും എന്റെ അമ്മേന്റെ നാട് മുണ്ടൂർ ഒടുവങ്കാട്ടി. എന്റെ കല്ലടിക്കോ. ഓ അപ്പൊ അമ്മായി വന്നിട്ട് മലമ്പുഴ ഡാമിന്റെ ഓരത്താണ് അവർക്ക്. നമ്മുടെ KTDCന്റെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട് അവിടെ മണ്ണാർക്കാടില്ല. അല്ലല്ല നമ്മുടെ അതെല്ലാം കഴിഞ്ഞ് ഞാനും എറണാകുളം കൂടി സൂപ്പർ മാർക്കറ്റിൽ പോയി കുറച്ച് വാങ്ങിക്കാൻ വെള്ളം ജ്യൂസെല്ലാം മേടിച്ചു. അനുമോളിന് എത്താനുണ്ടായിരുന്നു, അവരെ ഞാൻ എടുക്കാൻ മറന്നുപോയി. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ചെത്തി ലാസ്റ്റ് എൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഡിസാസ്ട്രസ് ഈവനിങ് ആയത്. ഭയങ്കര മഴയായിരുന്നു. ഞങ്ങളുടെ റൂമിലുള്ളെല്ലാം വെള്ളം കയറി. ഞങ്ങളൊരു ഇത് നോക്കണേ, ഞങ്ങൾക്ക് വിശന്നിട്ട് ഈ മഴയത്ത് ഞങ്ങൾ പോയി കഴിച്ചേ പറ്റുമെന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ്. മൊത്തം സീനാണ് ഗൈസ്. കണ്ടോ കാണുന്നതാണ് ഞങ്ങള് കോളേജ്. അവിടെ വെച്ചിരുന്ന ഫ്ലെക്സ് എടി അത് നോക്ക് മതിലിടിഞ്ഞ് വീണു. അതെടുത്താ മതിയായിരുന്നു. Say something, vlog it. Okay, guys, so it's done and dusted. Last technique day. 8th night 2024 finished. So our college life is Signing off. Okay, bye. Like, share, subscribe. Like, share and subscribe to Fizza. Super. Okay, bye.